നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം. ദീപം 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 മഹാഭാരതത്തിൽ യുധിഷ്ഠിര രാജസൂയം ഏറ്റവും വലിയ സംഭവമായിരുന്നു. ലോകത്തിലെ സകല മഹാന്മാരും സമ്മേളിച്ച മഹാസംഭവം. ഋഷികളും മഹാരാജാക്കന്മാരും കലാകാരന്മാരും പണ്ഡിതന്മാരും എന്നിങ്ങനെ സർവമഹാന്മാരും അണിനിരന്ന ആ സന്ദർഭത്തിൽ ഒരു കുഴയ്ക്കുന്ന പ്രശ്നമുണ്ടായി. രാജസൂയത്തിൽ അഗ്രപൂജ എന്നൊരു ചടങ്ങുണ്ട്. സന്നിഹിതരായവരിൽ സർവോത്തമനായ വ്യക്തിയെ കാൽ കഴുകി പൂജിക്കുന്ന ചടങ്ങ്. യുധിഷ്ഠിരൻ ഈ മഹാമാനവ സമൂഹത്തിൽ നിന്ന് ആരെ അഗ്രപൂജയ്ക്ക് തിരഞ്ഞെടുക്കണമെന്ന് ഭീഷ്മരോട് ആരാഞ്ഞു. സമസ്ത ശാസ്ത്ര പാരംഗതനും വയോവൃദ്ധനുമായ കൗരവ പിതാമഹൻ ഭീഷ്മർ രണ്ടാമതൊന്നും ആലോചിക്കാതെ നിർദ്ദേശിച്ചത് ശ്രീകൃഷ്ണനെ ആയിരുന്നു. അന്നു മുതൽ ഇന്നോളം നമ്മുടെ ഭൂമുഖത്ത് വാണ സർവോത്തമ വ്യക്തിത്വമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. ഭഗവാൻ തൻ്റെ ജീവിതത്തിലൂടെ മനുഷ്യർക്ക് അനേകം ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൽ പ്രധാനം പുഞ്ചിരിച്ചുകൊണ്ട് സന്തോഷപൂർവ്വം സ്വജീവിതം നയിക്കുക എന്നതായിരുന്നു. നിരാശ, വിഷാദം, കുണ്ഠിതം തുടങ്ങിയ നിഷേധാത്മക ഭാവങ്ങൾക്ക് അടിമപ്പെട്ട് തളർന്നു പോകരുതെന്നും മറിച്ച് ഉത്സാഹം, ഉന്മേഷം, ഉല്ലാസം തുടങ്ങിയവയ്ക്ക് പ്രാധാന്യം നൽകണമെന്നും അദ്ദേഹം ഉപദേശിച്ചു. തുടർന്ന് നമുക്ക് ശ്രീ കാവാലം ശ്രീകുമാർ ഭജഗോവിന്ദം ആലപിക്കുന്നത് കേൾക്കാം. कातेष्टादश देशे चिन्ता वातुल तव किं नास्ति नियन्त. कातेष्टादश देशे चिन्ता वातुल तव किं नास्ति नियन्त. ഇനി ശങ്കര സ്തോത്രാമൃതം. മനസ്സിനെ നാം നിയമിക്കേണ്ടതാകുന്നു. ബുദ്ധിയാകുന്ന നിശ്ചയാത്മക വൃത്തിക്ക് കീഴെയായിരിക്കണം മനസ്സ്. മനോനിയമനത്തിനുള്ള ശക്തി നമുക്കുള്ളിൽ തന്നെയുണ്ട്. ഇത് മനസ്സിലാക്കി തരാൻ എന്തേ നിനക്കൊരു നിയന്താവില്ലേ എന്ന ചോദ്യം ഉന്നയിക്കുന്ന ഭജഗോവിന്ദത്തിലെ 12-ാം ശ്ലോകമാണ് ഇന്ന് ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത്. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. മോഹമുദ്ഗരത്തിൽ 12-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്.
മനോനിയന്ത്രണമില്ലാതെ പല ദിക്കിൽ അലയുന്ന മനസ്സോടു കൂടിയ സാധകനോട് അല്ലെങ്കിൽ മനുഷ്യനോട് അവനിൽ വിചാരം ജനിപ്പിക്കാൻ വേണ്ടി ഗുരുനാഥൻ ചോദിക്കുകയാണ്, നിനക്കെന്താ 18 ദിക്കിൽ പിരിഞ്ഞ ചിന്ത? നിനക്കൊരു നിയന്താവില്ലേ? ഇങ്ങനെ മനസ്സ് പലതിലേക്ക് അലയുകയാണെങ്കിൽ നിന്നിൽ തന്നെ നിലകൊള്ളുന്ന തത്വത്തെ ആര് നിന്നെ ബോധിപ്പിക്കും? യസ്ത്വാം ഹസ്തേ സുദൃഢനിബദ്ധം ബോധയതി പ്രഭവാദി വിരുദ്ധം. പ്രഭവാദി വിരുദ്ധമായ സദ്വസ്തു നിൻ്റെ ഉള്ളിൽ തന്നെയാണ്, നിന്നിൽ തന്നെയാണ്, നിൻ്റെ സ്വരൂപമാണ്. പുറമേ എങ്ങാണ്ട് തേടി അന്വേഷിച്ച് കണ്ടെത്തേണ്ട ആവശ്യമില്ല. പ്രഭവാദി വിരുദ്ധം, ഉദ്ഭവാദിരഹിതം എന്നർത്ഥം. ഇപ്പം ജനിക്കാത്ത, മരിക്കാത്ത, ആവിർഭാവ തിരോഭാവങ്ങളില്ലാത്ത കേവലമായ ശാശ്വത സത്യം, അതാണ് പ്രഭവാദി വിരുദ്ധം. അങ്ങനെയുള്ള സത്യം ഹസ്തേ സുദൃഢനിബദ്ധം, കയ്യിൽ സുദൃഢനിബദ്ധമാണ്. നിൻ്റെ സ്വന്തം കയ്യിൽ സുദൃഢമായി നല്ലതുപോലെ നിബദ്ധമാണ്, നിലകൊള്ളുന്നതാണ്. അവിടെ കയ്യിൽ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ എന്നർത്ഥം. അതിനെ ആര് ബോധിപ്പിക്കും നിനക്ക്? ബോധിക്കണമെങ്കിൽ ആദ്യം മനസ്സ് നിയന്ത്രിതമാകണം. നിൻ്റെ മനസ്സാകട്ടെ 18 ദിക്കിൽ അലയുകയാണ്. ഇതെന്തൊരു കഷ്ടമാണ് എന്നാണ് ചോദിക്കുന്നത്. ഇത് മനോനിയന്ത്രണത്തിനായിക്കൊണ്ടുള്ള ആഹ്വാനമാണ്. നോക്കൂ, കാതേഷ്ടാദശദേശേ ചിന്ത വാതുല തവ കിം നാസ്തി നിയന്ത യസ്ത്വാം ഹസ്തേ സുദൃഢനിബദ്ധം ബോധയതി പ്രഭവാദി വിരുദ്ധം. ഇവിടെ ഹസ്തേ സുദൃഢനിബദ്ധം ത്വാം കഹ ബോധയതി, ഇതൊരു ചോദ്യമാണ്. നമ്മുടെ കയ്യിലുള്ളൊരു വസ്തു. അപ്പോൾ ഉള്ളം കയ്യിൽ ഒരു വസ്തു വെച്ചിട്ടുണ്ട്. ആചാര്യന്മാർ ആവർത്തിച്ച് പറയുന്ന അതേ ഭാഷ നമ്മൾ പറഞ്ഞാൽ ഉള്ളം കയ്യിൽ വെച്ച നെല്ലിക്ക, കരുതലാമലകം. അപ്പോൾ കരുതലത്തിൽ വെച്ച ആമലകം, നെല്ലിക്ക, അത് അവനവൻ ബോധിക്കേണ്ടതാണ്. എൻ്റെ കയ്യിൽ നെല്ലിക്കയുണ്ട്. ഇവിടെ നെല്ലിക്ക എന്നുള്ളതിനെ മാറ്റിയിട്ട് എന്തോ വസ്തുവാവട്ടെ. അപ്പോൾ സ്വന്തം കയ്യിലൊരു വസ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ അവനവനാണ് അറിയേണ്ടത്. അതിനെ അറിയാതെ 18 ദിക്കിൽ പരക്കം പായുന്ന മനസ്സോടുകൂടി നീ അലയുകയാണെങ്കിൽ ആരുണ്ട് നിന്നെ ബോധിപ്പിക്കാൻ? ചോദ്യത്തിൻ്റെ അർത്ഥം ആക്ഷേപാർത്ഥമാണ്. ആരും ബോധിപ്പിക്കാനില്ല എന്നർത്ഥം. അപ്പോൾ നമ്മുടെ മനസ്സിനെ നമ്മൾ സ്വയം നിയന്ത്രിച്ച് നമ്മുടെ പുരുഷാർത്ഥത്തിലേക്ക് ഉയരണം. അതിന് തയ്യാറില്ലാതെ മനസ്സിനെ അലയാൻ വിടുന്ന ആൾക്ക് ഒരിക്കലും തന്നിൽ തന്നെയുള്ള വസ്തുവെ തിരിച്ചറിയാൻ കഴിയാതെ വരും. ഇതാണ് ഉപദേശത്തിൻ്റെ താത്പര്യം. ഇനി അവിടെ മറ്റൊരു രീതിയിൽ ഇതിനന്വയിക്കാം. അതെങ്ങനെ? നിനക്കെന്തേ 18 ദിക്കിൽ പിരിഞ്ഞ ചിന്ത? നിൻ്റെ ഉള്ളിൽ നിബദ്ധമായിരിക്കുന്ന പ്രഭവാദി വിരുദ്ധമായ വസ്തുവെ ബോധിപ്പിക്കുന്ന ഒരു നിയന്താവ് നിനക്കില്ലേ? ഒരു ഗുരുനാഥൻ നിനക്കില്ലേ? അപ്പം നിൻ്റെ ഗുരുനാഥൻ്റെ ഉപദേശം അനുസരിച്ച് നീ ജീവിതത്തെ ചിട്ടപ്പെടുത്തിയാലും എന്ന ആഹ്വാനം. ഇങ്ങനെ കൂടി അർത്ഥം മനസ്സിലാക്കാം. ഇനി ഇവിടെ കാതേഷ്ടാദശദേശേ ചിന്ത എന്നുള്ളതിന് പകരം കാത്തേ കാന്താധനഗത ചിന്ത എന്ന് പാഠഭേദമുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? നിനക്ക് കാന്തയിലും ധനത്തിലും മാത്രം ഉറച്ച ചിന്തയുള്ളത്? നിൻ്റെ മനസ്സും തത്വത്തിൽ ഉറയ്ക്കുന്നേയില്ല. കാന്ത എന്നുള്ളതിന് പത്നി എന്നർത്ഥം എടുക്കാം, സുന്ദരി എന്നർത്ഥം. സുന്ദരിക്ക് ഇവിടെ പത്നി എന്നർത്ഥം എടുക്കാം. നിൻ്റെ കാന്തയിലും ധനത്തിലും പണത്തിലും സ്വത്തിലുമൊക്കെയാണല്ലോ നിൻ്റെ മനസ്സ് വ്യാപൃതമാകുന്നത്. ഇവിടെ കാന്ത വേണ്ടെന്ന് പറഞ്ഞില്ല, ധനം വേണ്ടെന്ന് പറഞ്ഞില്ല. മറിച്ച് നിൻ്റെ പുരുഷാർത്ഥത്തെ പോലും വിസ്മരിച്ചുകൊണ്ട് അതിൽ മാത്രം ഭ്രമിക്കുന്ന ചിന്തയോടുകൂടി എന്താണ് നീ ഇരിക്കുന്നത്? നിനക്കൊരു നിയന്താവില്ലേ എന്ന് ചോദ്യം. ഇനി മറ്റൊരു പ്രസിദ്ധ പാഠം, ഇതിൻ്റെ അവസാനത്തെ 2 പാദങ്ങൾ, യസ്ത്വാം ഹസ്തേ സുദൃഢനിബദ്ധം ബോധയതി പ്രഭവാദി വിരുദ്ധം എന്നുള്ളിടത്ത് ത്രിജഗതി സജ്ജന സംഗതിരേഖ ഭവതി ഭവാർണവതരണേ നൗക എന്നുണ്ട്. ത്രിജഗതി 3 ലോകത്തിലും സജ്ജന സംഗതി സജ്ജനങ്ങളുമായിട്ടുള്ള കൂട്ടുകെട്ട്, പരമഭക്തന്മാരുമായി ജ്ഞാനികളുമായി അല്ലെങ്കിൽ സജ്ജനങ്ങളുമായി ഉള്ള കൂട്ടുകെട്ട്,
സജ്ജനസംഗതി അതൊന്നു മാത്രമാണ് ഭവാർണവ തരണേ നൗകാഭവതി. ഈ ഭവാർണവത്തെ തരണം ചെയ്യുന്നതിന് നൗകയായിത്തീരുന്നത്. ഭവാർണവം ഭവസമുദ്രം. ഭവം എന്നാൽ സംസാരം. വീണ്ടും വീണ്ടും ജനിക്കുക മരിക്കുക ജനിക്കുക മരിക്കുക എന്ന ഗതി. അതിനെയാണ് നമ്മൾ ഭവശബ്ദം കൊണ്ട് പറയുന്നത്, സംസാരം എന്നർത്ഥം. അപ്പോൾ ഈ സംസാരക്ലേശങ്ങൾ അപാരവും അഗാധവുമായതുകൊണ്ട് സമുദ്രത്തോട് ഉപമിച്ചിരിക്കുകയാണ്. ഒന്നിനു പുറകെ ഒന്നായി വീശി അടിക്കുന്ന തിരമാലകളോടുകൂടി, അനേക തരത്തിൽപ്പെട്ട ഹിംസ്ര ജന്തുക്കളോടുകൂടി, എന്നാൽ അന്വേഷിച്ചാൽ രത്നനിധികൾ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളതായ സമുദ്രം. ആ സമുദ്രത്തിന് തുല്യമാണ് ഭവം. അതുകൊണ്ട് ഭവാർണവം എന്ന് ആചാര്യന്മാർ പറയുന്നു. ഈ ഭവസമുദ്രത്തെ തരണം ചെയ്യുന്നതിനുള്ള നൗക എന്താണ്? നൗക തോണി, വഞ്ചി. അതൊന്നു മാത്രമാണ്. സജ്ജനസംഗതി, സജ്ജനങ്ങളുമായിട്ടുള്ള കൂട്ടുകെട്ട്. നമ്മൾ ഏതു തരം കൂട്ടുകെട്ടാണോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ വൃത്തി. സാമാന്യ ലോകത്തിൽ കേവലം വിഷയങ്ങളെക്കുറിച്ച് പറയാനും ചിന്തിക്കാനും തന്നെയേ ജനങ്ങൾക്ക് നേരമുള്ളൂ. അത് വേണം, ഇത് വേണം, അവിടെ ആണുണ്ട്, ഇവിടെ പെണ്ണുണ്ട്, അവിടെ ഇന്ന സമ്പത്തുണ്ട്, അവിടെ ഇന്നതുണ്ട്. ഈ വക വിഷയങ്ങളിൽ സംസാരത്തിൽ മുഴുകിയിട്ടാണ് ലോകം കഴിയുന്നത്. എന്നാൽ സജ്ജനങ്ങൾക്ക് ഈശ്വരീയമായ സത്യത്തെക്കുറിച്ചുള്ള ചിന്തകളാണ് സൂക്ഷിക്കാനുള്ളതും കൈമാറാനുള്ളതും. അതുകൊണ്ട് സജ്ജനങ്ങളുമായി കൂട്ടുകൂടുമ്പോൾ നമ്മുടെ മനസ്സ് സ്വാഭാവികമായി ഈശ്വരീയമാകും. നമ്മുടെ മനസ്സിൻ്റെ വൃത്തികൾ സത്യോന്മുഖമായി തീരും. അങ്ങനെ സത്യോന്മുഖ ഭാവത്തെ നമുക്ക് പ്രദാനം ചെയ്യുന്ന സജ്ജനസംഗതി, സജ്ജനങ്ങളുമായിട്ടുള്ള കൂട്ടുകെട്ട്, സത്സംഗം. ഈ സത്സംഗം മാത്രമാണ് മൂന്ന് ലോകത്തിലും ഈ ഭവസമുദ്രത്തെ തരണം ചെയ്യാനുള്ള ഏക ഉപായം. അതനുഭവിക്കാൻ കഴിയണമെങ്കിൽ നീ മനസ്സിനെ 18 ദിക്കിലേക്ക് അലയാൻ വിടാതെ നിയന്ത്രിക്കണം എന്ന് താത്പര്യം. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ ഒരു ഏകദേശ രൂപം. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. അടുത്തതായി സനാതനധർമ്മം. ദുഃഖം വരുമ്പോൾ താടിക്ക് കൈകൊടുത്തിരിക്കുന്നവരാണ് നമ്മളിൽ ഏറെയും. മനസ്സ് അശാന്തമായിരിക്കുമ്പോഴും ഇത് തന്നെയാണ് ഇരിപ്പ്. ഇങ്ങനെ ഇരുന്നാൽ പെട്ടെന്നൊന്നും ദുഃഖനിവൃത്തി ഉണ്ടാകണമെന്നില്ല. ഈ സന്ദർഭത്തിലാണ് കൈവിരൽ കൊണ്ടുള്ള ചില മുദ്രകൾ നമ്മെ രക്ഷിക്കാനെത്തുന്നത്. ഇതിനെക്കുറിച്ചാണ് ഇപ്പോൾ സ്വാമി ശിവാമൃതാനന്ദപുരി സംസാരിക്കുന്നത്. ഓം അമൃതേശ്വരി നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ സാദര പ്രണാമം. നമ്മൾ പൊതുവെ പരസ്പരം രണ്ടുപേരെ കണ്ടുമുട്ടുന്ന സമയത്ത് ചോദിക്കുന്നതാണ്, എങ്ങനെയുണ്ട്, സുഖമല്ലേ എന്ന് ചോദിക്കും. നമ്മുടെ അറിവിൽ ഭൂരിഭാഗം പേരും പറയുന്നത് അങ്ങനെ കഴിഞ്ഞു പോകുന്നു എന്നാണ്, അല്ലേ? എനിക്ക് സുഖമായിട്ട് ഞാൻ പോകുന്നു എന്ന് പറയുന്നവർ എത്ര പേരുണ്ടാവും? ഭൂരിഭാഗം പേരും പറയുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. എന്ത് സുഖം, അങ്ങനെ കഴിഞ്ഞു പോകുന്നു എന്നാണ്. അപ്പോൾ ഞാൻ ഭാഗ്യഹീനനാണ് എന്നൊരു വിലാപം അതിലൂടെ വരുന്നുണ്ട്. ആ നിരാശയുടെ ഒരു ഭാവമാണ് പുറമേക്ക് വരുന്നത്. ഈ ഭാവം വരുന്നത് അക്കരപ്പച്ച എന്നുള്ള രീതിയിലാണ്. ആ ഒരു ചിന്താഗതിയാണ് നമ്മൾ ഈ രീതിയിലേക്ക് കൊണ്ടുപോകുന്നത്. അതായത് എന്ത് തന്നെ നേടിക്കഴിഞ്ഞാലും ശരി, മനുഷ്യരിൽ ഒരു പോരായ്മയുണ്ട്. അത് എത്ര വലിയവനാണ് ശരി, ഏത് സ്ഥാനത്തിരിക്കുന്നവനാണ് ശരി, എല്ലാം നേടിയോ എല്ലാം കിട്ടിയോ എന്ന് ചോദിച്ചാൽ ഈ കിട്ടിയെന്നവർ പറയാറില്ല. എപ്പോഴും ഒരു പോരായ്മയുടെ സ്വഭാവം അവർ നമ്മൾ കാണിച്ചു തരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കറിയാം, എന്തൊക്കെ നേടിയാലും ശരി, ഏതെല്ലാം സ്ഥാനത്തെത്തിയാലും ശരി, ഒരു ശൂന്യത മനുഷ്യൻ അനുഭവപ്പെടുന്നുണ്ട്. അത് ബാഹ്യമായ വസ്തുക്കളുടെ സുഖം പരിമിതമാണ് എന്നതിൻ്റെ ഒരു സൂചനയാണ് നമുക്കിത് തരുന്നത്. ഏതെല്ലാം സുഖങ്ങൾ കിട്ടിയാലും നമുക്ക് അതിനെല്ലാം പോരായ്മയുണ്ട് എന്ന് തിരിച്ചറിയാനുള്ള ഒരു അവസരമാണ് ഇത്. അതൊരു സൂചനയായി കണ്ടുകൊണ്ട് നമുക്ക് എന്താണ് അടുത്തത്, എന്ത് കിട്ടിയാലും എന്തുകൊണ്ട് പോരായ്മ വരുന്നു എന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ മാത്രമേ
നമ്മുടെ വഴി നമുക്ക് ശരിയായ രീതിയിലേക്ക് തുറന്നു കിട്ടുകയുള്ളൂ. അപ്പോൾ യഥാർത്ഥ സുഖം ഉള്ളിലാണ് എന്നാണ് എല്ലാ ആചാര്യന്മാരും നമുക്ക് പറഞ്ഞു തന്നത്. നീ പുറമേ കാണുന്നതല്ല, നിൻ്റെ സുഖം അനുഭവിക്കാൻ വേണ്ടി നീ ഉള്ളിലേക്കാണ് നോക്കേണ്ടത് എന്ന് പറഞ്ഞു തരും. അത് നമ്മുടെ അവകാശമാണ്. നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ആ സ്വഭാവത്തെ തിരിച്ചറിയാനുള്ള അവകാശം. നമ്മളതിന് അവകാശികളാണ്. നമുക്ക് അർഹമായ സ്വത്താണത്. നമുക്ക് അർഹമായ സ്വത്ത് വേണ്ടെന്ന് വെച്ചിട്ടാണ് നമ്മൾ പുറമേ മറ്റുള്ളവരുടെ സ്വത്തിന് വേണ്ടി ശ്രമിക്കുന്നത് എന്ന് പറയുന്നത് പോലെയാണ് നാം ഈ സ്വഭാവത്തെ തിരിച്ചറിയാൻ ശ്രമിക്കാതെ മറ്റുള്ള ബാഹ്യമായ സുഖങ്ങളെയെല്ലാം നേടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നത്. ലൗകികമായൊരു കാഴ്ചപ്പാടിൽ മനുഷ്യന് അവൻ്റെ ബന്ധങ്ങൾ അല്ലെങ്കിൽ മാനുഷികമായ സ്നേഹം ഇതെല്ലാം ആവശ്യമുള്ള കാര്യമാണ്. സമൂഹത്തിൻ്റെ താളത്തിനത് ആവശ്യമാണ്. സമൂഹത്തിൻ്റെ നിലനിൽപ്പിനത് ആവശ്യമാണ്. ഇതൊക്കെ ശരിയാണ്. താൽക്കാലികമായി നോക്കുന്ന സമയത്ത് ഈ ബന്ധങ്ങൾക്കും എല്ലാം തന്നെ ഒരു സുഖവുമുണ്ട്. അനാവശ്യമാണ് എന്ന് പറയാൻ നമുക്ക് സാധിക്കുകയില്ല. പക്ഷേ അതിൻ്റെ പരിമിതികളെക്കുറിച്ച് നമുക്ക് ബോധ്യം വേണം. ആ ബന്ധങ്ങളുടെ എല്ലാം പരിമിതികളെക്കുറിച്ച് നമുക്ക് നല്ല ബോധ്യം വേണം. ഒരു ഉദാഹരണത്തിന്, എത്ര അടുത്ത ബന്ധുവാണെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ എത്ര ദിവസം താമസിക്കൂ? വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമ്മൾ സന്തോഷത്തോടെ അവരെ നമ്മൾ താമസിപ്പിക്കുകയുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മുടെ സ്വഭാവം മാറും. അതുപോലെ തന്നെ നമ്മുടെ അന്തരാത്മാവിൻ്റെ കേവല സ്വരൂപമാണ് യഥാർത്ഥ സുഖം അല്ലെങ്കിൽ സ്വസ്വരൂപം എന്നറിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. പഥ്യമായത് എന്താണെന്ന് അറിയാതെ പ്രിയമായതെല്ലാം കൈക്കലാക്കാൻ വേണ്ടിയിട്ട് ഓടി നടന്ന് നമ്മൾ കിട്ടാതെ വരുമ്പോഴോ അല്ലെങ്കിൽ അതിൽ നിന്നൊരല്പം മാത്രം നമുക്ക് കിട്ടുമ്പോഴാണ് നമുക്ക് നേരത്തെ ഞാൻ സൂചിപ്പിച്ച ആ ഭാഗ്യഹീനൻ എന്നുള്ളൊരു സ്വഭാവത്തിലേക്ക് നമ്മൾ വരുന്നത്, നിരാശയുടെ ഇതിലേക്ക് വരുന്നത്. നമുക്കൊന്ന് അറിയാൻ സാധിക്കും, ഒരു വൃക്ഷത്തിൻ്റെ വിത്തിൽ നിന്ന് പിന്നീടുണ്ടാകുന്ന വൃക്ഷങ്ങളെല്ലാം അതുപോലെ തന്നെ ശക്തി ആർജിക്കും എന്നുമില്ല. വിത്തൊന്നാണ്, പല വിത്തുകൾ നട്ടു ഒരേ വൃക്ഷത്തിൻ്റെ, പക്ഷേ എല്ലാം തന്നെ ഒരേ ശക്തിയിൽ ഒരുപോലെ ഉണ്ടാകണം എന്നില്ല. ഭൂമിയിൽ കുന്നുകളും കുഴികളും എന്നതുപോലെ ജീവിതത്തിലും സുഖവും ദുഃഖവുമുണ്ട്. പക്ഷേ സുഖത്തേക്കാൾ കൂടുതൽ ദുഃഖമാണ് നമ്മൾ കാണുന്നത്. സുഖാത് ബഹുതരം ദുഃഖം എന്നാണ് പറയുന്നത്. അപ്പം അത് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ആത്മീയമായ ഒരു കാഴ്ചപ്പാട്, തിരിച്ചറിവ്, ഒരു അന്വേഷണം ആവശ്യമാണ്. അതിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി, ആ തിരിച്ചറിവിൽ പ്രവേശിക്കാൻ വേണ്ടി നമുക്ക് പ്രായവും അല്ലെങ്കിൽ ശാരീരികമായ വളർച്ചയും മാത്രം പോരാ. അതിന് ഈശ്വര അന്വേഷണ എന്ന് പറയുന്ന ആ ഒരു ത്വര നമ്മുടെ ഉള്ളിൽ വളർന്നു വരണം. അതുണ്ടെങ്കിൽ മാത്രമേ ആ ഞാൻ എന്താണ് അല്ലെങ്കിൽ എന്താണ് എന്നിൽ കുടികൊള്ളുന്ന സത്യം, ആ ശക്തി എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ആചാര്യന്മാർ നമുക്ക് അനേകം അനുഷ്ഠാനങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ളത്, അതിലൂടെ മുന്നേറാനാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. അത്തരത്തിൽ പ്രാർത്ഥനയിലൂടെയും അനുഷ്ഠാനങ്ങളിലൂടെയും ഈശ്വര ആരാധനയിലൂടെയും എല്ലാം നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. ഭക്തി എന്ന് പറയുന്നതോ അല്ലെങ്കിൽ വിശ്വാസം എന്ന് പറയുന്നതോ നമ്മൾ ഈ വിശേഷ ദിവസങ്ങളിലെടുത്ത് അണിയുന്നൊരു ആഭരണം പോലെയല്ല. ഏതെങ്കിലും ഒരു ദിവസം ഈശ്വരനെ വിചാരിക്കാം, ചൊവ്വാഴ്ച ദിവസം അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസം ഈശ്വരനെ വിചാരിക്കാം എന്ന് നമ്മൾ വിചാരിച്ചിട്ട് എല്ലാം നമുക്ക് കിട്ടണമെന്ന് കരുതിയാലോ? അപ്പോൾ എല്ലാ ദിവസവും ഈശ്വര ചിന്തയ്ക്ക് ശുഭദിനമാണ് എന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കണം. ജപധ്യാനങ്ങൾക്കൊരു നിയന്ത്രണവുമില്ല, ഓരോ തിഥിയും മംഗളകരമാണ്. ഈശ്വരനെ മറന്നവനെ അമംഗള ദിവസം ബാധിക്കുന്നുള്ളൂ എന്നാണ് തുളസീദാസൻ പറയുന്നത്. അപ്പോൾ എല്ലാ ദിവസവും തന്നെ മംഗള ദിവസമാണ് ഈശ്വരനെ ചിന്തിക്കാൻ വേണ്ടി. ആ വഴിക്ക് മുന്നോട്ട് പോയി മനഃശാന്തി നേടാനുള്ള വഴിയാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ആചാര്യന്മാർ നമുക്ക് കാണിച്ചു തരുന്നത് ആ മാർഗത്തിലൂടെയാണ്. ആ സമാധാനത്തിൻ്റെ വഴി, ശാന്തിയുടെ വഴി എല്ലാം നേടിയെടുക്കാൻ തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിലേക്ക് തിരിയേണ്ടത് ആവശ്യമുണ്ട്.
ആ ഉള്ളിലേക്ക് തിരിയണമെന്നുണ്ടെങ്കിൽ ഈ ബാഹ്യമായി കാണുന്ന കാര്യങ്ങളിൽ നിന്ന് നമുക്ക് കുറച്ചൊരു വിടുതൽ ആവശ്യമാണ്. നമ്മുടെ മനസ്സിൽ വരുന്ന ആ നിഷേധ ചിന്തകളെ നമുക്ക് മാറ്റിവെക്കാൻ സാധിക്കണം. ഞാൻ ഭാഗ്യഹീനനാണ് എന്നുള്ള ചിന്തകൾ മാറ്റിവെക്കാൻ സാധിക്കണം. ഞാൻ ഈശ്വരൻ്റേതാണെന്നുള്ള ചിന്ത നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കണം. അങ്ങനെ കൊണ്ടുവന്നുകൊണ്ട് നമുക്ക് ആ വഴിയിലേക്ക് പോകാൻ സാധിക്കണം. അതിന് എല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം അമൃതേശ്വരി നമഃ. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. സപ്തർഷിമാർക്കും വൈവസ്വതനും തത്വങ്ങൾ ഉപദേശിച്ചു, വിശ്വതത്വങ്ങൾ ഉപദേശിച്ചു. സപ്തർഷിമാർക്കും വൈവസ്വതനും തത്വങ്ങൾ ഉപദേശിച്ചു, വിശ്വതത്വങ്ങൾ ഉപദേശിച്ചു. ജഗദാശ്രയൻ ഹയഗ്രീവനെ ഹനിച്ചു, നിഗമങ്ങൾ സമുദ്ധരിച്ചു. ജഗദാശ്രയൻ ഹയഗ്രീവനെ ഹനിച്ചു, നിഗമങ്ങൾ സമുദ്ധരിച്ചു. നിഗമങ്ങൾ സമുദ്ധരിച്ചു. വേദാവിൽ നിന്നും പണ്ട് ഹയഗ്രീവൻ എന്ന ദൈത്യൻ വേദങ്ങൾ അപഹരിച്ചു. ചതുർവേദങ്ങൾ അപഹരിച്ചു. വേദാവിൽ നിന്നും പണ്ട് ഹയഗ്രീവൻ എന്ന ദൈത്യൻ വേദങ്ങൾ അപഹരിച്ചു. ചതുർവേദങ്ങൾ അപഹരിച്ചു. അനന്തമാം സാഗര ഗഹ്വരത്തിൽ പോയി അനന്തരം അവനൊളിച്ചു. അനന്തമാം സാഗര ഗഹ്വരത്തിൽ പോയി അനന്തരം അവനൊളിച്ചു. അനന്തരം അവനൊളിച്ചു.